ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കിയാലോ. അതിനു വേണ്ടി നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് ആയാലും എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉള്ള സ്റ്റിക്കി നോട്ട്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ തന്നെ എടുക്കുക. എന്നിട്ട് ആദ്യമായി പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്കിഷ്ടമുള്ള പടം അതിൽ വരയ്ക്കുക. ഞാൻ വരച്ച പടം എന്തുവാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ മറന്നുപോയി ഇതിൻ്റെ കാര്യം. അതാണ് ഞാൻ വരച്ച പടം. ഇനി ഇത് ബുക്ക് മാർക്കായിട്ട് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ വേറൊരു സ്റ്റിക്കി നോട്ട് പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അത് നിങ്ങൾക്ക് സ്റ്റാപ്ലെയർ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ സ്റ്റിക്കി നോട്ട്സ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റാപ്ലെയർ ചെയ്യണമെന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഊരി പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലെയർ ചെയ്യുകയാണ്. അതിനെ ഇപ്പോൾ കാണിച്ചു തരാം. അതിനെ ഇങ്ങനെ വെച്ച് കാണിക്കാം. ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ ഇതാണ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഒരു ഡയറിയിൽ വെച്ച് കാണിക്കാം. ദേ കണ്ടോ, ഇങ്ങനെ ഊരിപ്പോണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റാപ്ലെയർ വെക്കാൻ പറഞ്ഞത്. എൻ്റെ ഊരിപ്പോയതേ ഉള്ളൂ. ഇതിനെ ഒന്നും കൂടെ വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചു തരാം. ദേ ഇതാണ് ഞാൻ ഡയറി വെച്ചപ്പോൾ ഉള്ള അവസ്ഥ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പേപ്പറിലൊക്കെ വെക്കാം. അതുകൊണ്ട് അടുത്ത ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണിത്. ഒരെണ്ണമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി കാണിച്ചത്. ഞാൻ ആദ്യം കാണിച്ച ഇതാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി ശ്രമിച്ചു നോക്കിയത്. ഇത് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞാൻ എന്തോ ഉണ്ടാക്കണമെന്ന്. ലാസ്റ്റ് ഞാൻ ബുക്ക് മാർക്കായിരുന്നു ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഇങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത്, ഞാൻ വേറെ സൈസിലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി കാണാൻ. ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇടാം. ഇനിയും അത് നമുക്ക് സ്റ്റാപ്ലെയർ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ വരച്ച പടങ്ങൾ. എനിക്കറിയില്ല ഏത് നല്ല പടങ്ങളാണെന്ന്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്, കമൻറ്റും ചെയ്തേക്ക്. സ്റ്റാപ്ലെയർ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഊരിപ്പോയായിരുന്നു കുറേ വട്ടം, അതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലെയർ ചെയ്യാം. എന്താ ഇത് ഞാൻ ആദ്യം വരച്ച പടമാണ് സ്റ്റാപ്ലെയർ ചെയ്തത്. സ്റ്റാപ്ലെയർ ചെയ്തപ്പോൾ പിന്നെയും കൂടെ ഭംഗിയുണ്ടെന്ന് തോന്നുന്നു. ഭംഗിയുണ്ടെന്നല്ല, അതിന് ഊരിപ്പോത്തില്ല. അതാണ് സ്റ്റാപ്ലെയർ ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത. ഞാനിത് പെൻസിൽ വെച്ചാണ് വരച്ചേക്കണേ. നിങ്ങൾക്ക് പെൻസിൽ വെച്ച് വരച്ചിട്ട് പേനയും കൊണ്ടോ സ്കെച്ചും കൊണ്ടോ ട്രേസ് ചെയ്യാം. എനിക്ക് പേനയും കൊണ്ട് ട്രേസ് ചെയ്യാൻ ഇഷ്ടം. ഞാൻ വേറൊരു വീഡിയോസ് ഇട്ടായിരുന്നു, അതിലൊക്കെ ഞാൻ പേനയും കൊണ്ടാണ് ട്രേസ് ചെയ്തേക്കണേ. ഇത് രണ്ടാമത്തെ പിക്ചർ സ്റ്റാപ്ലെയർ ചെയ്തു. ഞാൻ ഇതുണ്ടോ, സ്റ്റാപ്ലെയർ ചെയ്തപ്പോൾ ഇതാണ് ഇങ്ങനെ വന്നത്. എനിക്ക് 2 പടവും ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്കോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിലും ലൈക്കും ചെയ്യണേ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ടാറ്റാ.